ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കരിമീൻ പപ്പാസ് ഉണ്ടാക്കാം. കരിമീൻ പപ്പാസ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ കരിമീൻ എടുത്തിരിക്കുകയാണ്. അതെങ്ങനെ പപ്പാസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിൽ കൂടി കാണാം. വരൂ. കരിമീൻ പപ്പാസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കരിമീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ കരിമീൻ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ കരിമീൻ ക്ലീൻ ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. ചില ആൾക്കാർക്കൊന്നും കരിമീൻ ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മളത് പ്രത്യേകമായിട്ട് വീഡിയോയിൽ കൂടി ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുകയും ചെയ്യാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ കരിമീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ വാലിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ ചേതമ്പലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം. വളരെ എളുപ്പമാണ് കരിമീൻ ക്ലീൻ ചെയ്യാനായിട്ട്. ആ ചേതമ്പൽ ചിരണ്ടിക്കളഞ്ഞാൽ മതി. അതിൻ്റെ തോലൊന്നും പൊളിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ചിറകുകളൊക്കെ നമുക്ക് മുറിച്ച് കളയാം. ഒരിക്കലെങ്കിലും കരിമീൻ പപ്പാസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വളരെ ടേസ്റ്റുള്ള ഒരു പപ്പാസ് കറിയാണ് കരിമീൻ പപ്പാസ്. കരിമീൻ കൂടുതലും ഫ്രൈ ചെയ്യാനാണ്, വറക്കാനാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും നമ്മളിവിടെ പപ്പാസ് ചെയ്യുകയാണ്. വറക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് കരിമീൻ കൊണ്ടുള്ള പപ്പാസ് കറി. എങ്ങനെ പപ്പാസ് കറി വയ്ക്കാം കരിമീൻ കൊണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പരിശോധിക്കുന്നത്. എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണേ. അങ്ങനെ നമ്മളിവിടെ കരിമീൻ ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാവുന്നതാണ്. കരിമീൻ പപ്പാസ് വളരെ രുചിയുള്ള ഒരു മീൻ കറി തന്നെയാണ് ഈ കരിമീൻ പപ്പാസ് കറി. അങ്ങനെ നമ്മളിവിടെ കരിമീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കരിമീൻ്റെ ചെകളയെല്ലാം നമ്മൾ പറിച്ച് കളയുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന്
ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മത്സ്യമാണ് കരിമീൻ. അങ്ങനെ ക്ലീൻ ചെയ്ത കരിമീനെ നമ്മൾ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വീണ്ടും അടുത്ത കരിമീനെ എടുത്ത് നമ്മൾ വീണ്ടും ക്ലീൻ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ കരിമീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. അങ്ങനെ നമ്മൾ കരിമീൻ ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കത് ചട്ടിയിലോട്ട് ഇട്ട ശേഷം കുറച്ച് ഉപ്പിടിട്ട് നല്ലവണ്ണം ആ കരിമീൻ തേച്ച് കഴുകി എടുക്കാം. തേച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചത് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മുടെ കരിമീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പാത്രത്തിലോട്ട് അത് എടുത്ത് വയ്ക്കാം. ഒരു മുറി തേങ്ങ തിരുമ്മിയത് നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു. കരിമീൻ പപ്പാസ് വെക്കാൻ നമുക്കതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ മാങ്ങ ഇട്ടാണ് ഈ കരിമീൻ പപ്പാസ് ചെയ്യുന്നത്. ഒരു മാങ്ങ എടുത്ത് നമ്മൾ ചെത്തുകയാണ്. പുളിക്ക് പകരം മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. പുളിയുള്ള മാങ്ങയാണ്, മൂവാണ്ടൻ മാങ്ങയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മാങ്ങ മതിയാവും അത്രയും കറിക്ക്. കൂടുതൽ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ പുളി കൂടാൻ സാധ്യതയുണ്ട്. നമുക്കൊരു മിനിമം പുളി മതിയല്ലോ. പുളി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് മാങ്ങയും കൂടെ കൂടുതലിടാവുന്നതാണ്. ഒരു അരമുറി മാങ്ങയും കൂടെ. മാങ്ങ നമ്മൾ കഷ്ണങ്ങളാക്കിയാണ്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ ആ കരിമീൻ പപ്പാസിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി മാങ്ങ ഇഷ്ടമല്ലാത്തവർക്ക്, അല്ലെ മാങ്ങ ലഭ്യമല്ലാത്തവർക്ക് കുടംപുളി ഉപയോഗിക്കാവുന്നതുമാണ്. മാങ്ങ ഇട്ട കരിമീൻ പപ്പാസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ മാങ്ങ തന്നെ
ഇട്ട് കൊടുക്കും. പപ്പാസ് കറി വെക്കാനായിട്ട് നമുക്കൊരു മൺചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ടൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, ഒരു 1.5 മുറി സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പൊടിക്കാത്ത ഉലുവയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തൊന്ന് അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള വഴലുമ്പോൾ തന്നെ ആ ഉലുവായും മൂത്ത് വരുന്നതാണ്. അതിലോട്ട് നമുക്കൊരു 5 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കുടം വെളുത്തുള്ളി നടുകെ കീറിയതും കൂടി അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ മൺചട്ടിയിൽ പപ്പാസ് ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഒരു 2 തക്കാളി, ഒരു 5 പച്ചമുളക്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് നടുകെ കീറിയത്, അതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് അതുകൂടെ ഒന്ന് വഴറ്റാം. ഓവറായിട്ട് വഴണ്ട് പോകരുത്, അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ അത് വഴണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരുവത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് വേവട്ടെ. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്കൊരു 2.5 സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം. നല്ലവണ്ണം ഒന്ന് തിളച്ച് വേവട്ടെ. അങ്ങനെ നമ്മുടെ പപ്പാസിന് ആവശ്യമായ മസാലകൾ തിളച്ച് കൊണ്ടിരിക്കുക. അത് തിളച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളാക്കിയ ആ മാങ്ങ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. ആദ്യമേ ഇട്ട് കൊടുത്താൽ മാങ്ങ വെന്ത് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് മാങ്ങ താമസിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ. അത് തിളച്ച് മാങ്ങ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ ആ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനിയൊരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി ഇവിടെ റെഡിയാവുന്നതാണ്. മീൻ വേവാൻ അധികം താമസമൊന്നും വേണ്ട, 15 മിനിറ്റ് മതി. ഓവർ വെന്ത് കഴിഞ്ഞാൽ അത് കലങ്ങി പോകാൻ സാധ്യതയുണ്ട് മീൻ. അങ്ങനെ മീൻ ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. മെല്ലെ പൊടിയാത്ത രീതിയിൽ നമ്മൾ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. 3/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ
അരമുറി തേങ്ങയാണ് അരച്ച് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മെല്ലെ മീൻ കലങ്ങാത്തതുപോലെ മെല്ലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്താൽ നല്ലവണ്ണം ചൂടായി ഒരു ചെറിയ തള വരുമ്പോഴത്തേക്ക് നമുക്കത് വാങ്ങി വയ്ക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കരിമീൻ പപ്പാസ് ഇവിടെ റെഡിയാവും. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നമ്മൾ കുറച്ചിട്ടാണ്, ഇനി ആവശ്യമുള്ളവർക്ക് വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് തിളച്ച് അധികം മറിയേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു തള വരുമ്പോഴത്തേക്ക് നമുക്ക് കറി അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാവുന്ന. അതോടുകൂടി നമ്മുടെ കരിമീൻ പപ്പാസ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്.